സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഖബർ ജീവിതം അവസാനിക്കുന്നതോടുകൂടി പിന്നെ ഉണ്ടാവുന്നത് എന്താണ്? മഹ്ശറയാണ്, ഹശ്റിന്റെ മൈതാനിയാണ്. മനുഷ്യ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന രംഗങ്ങളിൽ ഏറ്റവും ഭയാനകമായ രംഗം, അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു രംഗമില്ല. ആ ഒരു ദിവസത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ അത്ര മറ്റൊരു ദിവസത്തെക്കുറിച്ചും ഒരു രംഗത്തെക്കുറിച്ചും ഖുർആൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴാണത് സംഭവിക്കുക? ഒന്നാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ തവണ കാഹളത്തിൽ ഊതുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുക? കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിച്ചു പോകുന്നതാണ്, എല്ലാം നാമാവശേഷമായി പോകുന്നതാണ്. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഇവിടെ ബാക്കിയാകുന്നതാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ. ഈ ഭൂമിക്ക് മുകളിൽ അലങ്കാരമായ സകല വസ്തുക്കളും തകർന്ന് തരിപ്പണമായി കേവലം ഒരു വെളുത്ത മണൽപ്പരപ്പ് മാത്രമായി ഈ ഭൂമി മാറുന്ന സന്ദർഭമാണത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊള്ളുമ്പോൾ, അതിന്റെ അകത്തുള്ള എല്ലാത്തിനെയും അത് പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ, വഖാലൽ ഇൻസാനു മാ ലഹാ, എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ മനുഷ്യൻ ചോദിച്ചു പോവുകയാണ്, ഈ ഭൂമിക്ക് എന്താണ് പറ്റിയത്? ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അല്ലാഹു കൽപ്പിച്ച രൂപത്തിൽ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ എന്ന് പറയുന്നതാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ ഭയാനകമായ സംഭവം പ്രവാചകരെ താങ്കൾക്കറിയുമോ? ആ ഭയാനകമായ സംഭവം എന്താണെന്ന്? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. മനുഷ്യർ ഈ ആമ്പാറ്റകളെ പോലെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന ദിവസമാണത്. വതകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂഷ്. പർവ്വതങ്ങൾ കമ്പിളികൾ പോലെ എടുത്ത് കുടയപ്പെടുന്ന ദിവസമാണത്. ഭീകരമായ ദിവസം. ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത്. ആകാശം പിളർക്കപ്പെടുകയാണ് ചില കാരണങ്ങളായി. നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനം തെറ്റിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ബിഹാറു സുജ്റത്. സൂര്യന്റെ ശോഭ നഷ്ടപ്പെട്ടു പോകുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങുന്നു, കടലുകൾ ഇളകി മറിയുന്നു, പർവ്വതങ്ങൾ എടുത്ത് കുടയപ്പെടാൻ തുടങ്ങുന്നു, ജീവജാലങ്ങൾ അതാ പരക്കം പായുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ മുഴുവനും തകരുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവനും നാമാവശേഷമാവും. അവിടുന്ന് അങ്ങോട്ട് ജീവന്റെ ഒരു കണിക പോലും ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല, എല്ലാം നശിക്കും. ഇസ്രാഫീൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന നേരവും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാതോർത്തിരിക്കാൻ, പടച്ചോന്റെ കൽപ്പന കിട്ടുന്നതിന് വേണ്ടി കാതോർത്തിരിക്കാൻ. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരവും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി കാതോർത്തിരിക്കാൻ. അദ്ദേഹത്തിന്റെ പണി എന്നതാണ്. അള്ളാഹു ഇസ്രാഫീലിനെ പടച്ചത് തന്നെ അതിനു വേണ്ടിയാണ്. എന്തിന്? അള്ളാഹുവിന്റെ കൽപ്പന ഏത് നിമിഷം ഉണ്ടാവുന്നവോ ആ നിമിഷം സുബ്ഹാനല്ലാഹ്. ഈ ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രലോകം ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നു, ഒരുപാട് സിദ്ധാന്തങ്ങൾ. അതിൽപ്പെട്ടൊന്നാണ് ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ ഫേസ് ട്രാൻസിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഒരു നിമിഷത്തിന്റെ എത്രയോ, ഒരു സെക്കൻഡിനെ നമ്മൾ കുറേ ഭാഗങ്ങളായി, എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറേ ഭാഗങ്ങളായി മാറ്റിയാൽ അതിലൊന്നിൽ ഈ പ്രപഞ്ചം മുഴുവനും സംഭവിക്കുക. ഭയങ്കര അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? വമാ അംറുനാ ഇല്ലാ വാഹിദത്തിൻ കലംഹിൻ ബിൽ ബസർ. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അത് സംഭവിക്കുന്നതാണ്. കണ്ണിമ വെട്ടാൻ ഒരു സെക്കൻഡ് വേണ്ട, ഒരു സെക്കൻഡിൽ 3 വട്ടം കണ്ണിമ വെട്ടും. അറിയാം നിങ്ങൾക്ക്
ഏറ്റവും കുറഞ്ഞത് 2 വട്ടെങ്കിലും കണ്ണിമ പൊട്ടും. നിമിഷാർദ്ധത്തിൽ സംഭവിക്കുന്നതാണ് കണ്ണിമ പൊട്ടൽ. ആ സമയം കൊണ്ട് എല്ലാം സംഭവിക്കുന്നതാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്നതോടുകൂടി തകർന്ന് തരിപ്പടമാകാൻ ഒരു നിമിഷത്തിന്റെ എത്രയോ ഒരു ഭാഗം മതി എന്ന് ഖുർആനിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ അന്ത്യനാളിലേക്ക് എത്തുന്നതിന്റെ മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലാമാത്തുൽ കുബറയും അലാമത്തു സുഗറയുമുണ്ട്. ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പറയപ്പെട്ട ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിഷയമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, പ്രവാചകന്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടക്കുന്നത് ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-നാണ്. ശരിക്കും കുറിച്ചു വെച്ചോ. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പല്ലൊക്കെ തേച്ചു കൊടുത്തു, വായൊക്കെ കഴുകി കൊടുത്തു. കുറച്ചു നേരം അങ്ങനെ ശാന്തമായി കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. ചെവി അടുപ്പിച്ച് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ, വർഹംനി, അല്ലാഹു എന്നോട് കരുണ ചെയ്യണേ, വഅൽഹിഖ്നി മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവേ, ഞാനിതാ നിന്നിലേക്ക് വരികയാണ്, നിന്റെ പ്രവാചകന്മാരുടെ കൂടെ, രണഭൂമിയിൽ നിനക്ക് വേണ്ടി മരിച്ച ശുഹദാക്കളുടെ കൂടെ, സദ്വൃദ്ധരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ എന്റെ ആത്മാവിനെ നീ കൂട്ടിച്ചേർക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ വിരലുകൾ ആകാശത്തേക്ക് ഉയരുകയാണ്. ഇല റഫീഖിൽ അഅല, ഇല റഫീഖിൽ അഅല എന്ന് പറഞ്ഞ് ആ വിരലുകൾ പതിയെ താഴേക്ക് പതിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖിയാമത്ത് നാളിന്റെ ഒരു വലിയ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു പ്രധാനമായത് അവിടെ സംഭവിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന് ബാധിച്ച ഏറ്റവും വലിയ ദുരന്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നെത്തിയാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നെത്തിയാലും എൻ്റെ മരണത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, എൻ്റെ വിയോഗത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. കാരണം അതിനേക്കാൾ വലിയൊരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ മരണത്തോടുകൂടി അവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓരോ മുഖങ്ങളും നിങ്ങളൊന്ന് ഓർത്തു നോക്ക് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിക്ക് അവസാനമായി പല്ല് തേച്ചു കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം ഏത് രീതിയിൽ തകർന്നിട്ടുണ്ടാവും. അലി ഇബ്നു അബീ താലിബ് ചരിത്രം പറയുന്നത് ശക്തനായ മനുഷ്യനാണ്, അതിശക്തനായ പോരാളിയാണ് അലി ഇബ്നു അബീ താലിബ്. രണഭൂമിയിൽ അലിയുടെ മുന്നിൽ ഒരാൾ പെട്ടാൽ അവന്റെ കാര്യം പോക്കാണ്. അതാണ് അലി. ആ അലി റളിയല്ലാഹു അൻഹു കാലുകൾക്കും കൈകൾക്കും കാരുരുമ്പിന്റെ കരുത്തുള്ള അലി ഇബ്നു അബീ താലിബ് പ്രവാചകന്റെ വിയോഗത്തിന്റെ മുന്നിൽ തളർന്നു പോയി, തകർന്നിരുന്നു പോയി, ഒരു വാക്ക് പോലും ഉണ്ടാൻ കഴിയാതെ. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റക്ക് പുറപ്പെട്ടപ്പോൾ എല്ലാവരും രാത്രിയും പാത്തും പതുങ്ങിയൊക്കെയാണ് പോയത്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ഖുറൈശികൾ ഇരിക്കുന്ന ദർബാറിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ പോവാൻ, ആർക്കെങ്കിലും തടയാനുണ്ടെങ്കിൽ വാ. അവിടെ അടി തുടങ്ങി, ഇങ്ങോട്ടും കിട്ടി അങ്ങോട്ടും കിട്ടി, ഫൈറ്റാണ്, നല്ല അടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് ഹിജ്റ പോയ വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ തകർന്നു പോയി, കൺട്രോൾ വിട്ടുപോയി, സംയമനം വിട്ടുപോയി. വാൾ ഊരി പിടിച്ചിട്ട് പറഞ്ഞു, ആർക്കാടാ റസൂല് മരിച്ചെന്ന് പറയണ്ടേ, ആർക്കാ റസൂല് മരിച്ചെന്ന് പറയണ്ടേ, കൊന്നളയും ഞാൻ എന്ന് പറഞ്ഞു. ആകെ സംയമനം പാലിച്ചത് ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻപറ്റത്തെ പോലെ 4 ഭാഗത്തേക്കും ചിതറിപ്പോയ ഉമ്മത്തിനെ സംയമനത്തോടെ പിടിച്ചു നിർത്തിയത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയുടെ പുറത്തായിരുന്നു. പ്രവാചകന്റെ മരണ വാർത്ത കേട്ട് ശരവേഗത്തിൽ അദ്ദേഹം ഓടി വന്നു. എന്നിട്ട് പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബിച്ചു. എന്നിട്ടൊരു നേതാവിന്റെ ഭാവത്തോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബു അലാ അഖിബൈഹി ഫല യദുറല്ലാഹ ഷൈഅ വസയജ്സില്ലാഹു ശാകിരീൻ. ആരെങ്കിലും ആരാധിച്ചത് മുഹമ്മദ് നബിയാണെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അവലംബിച്ചത് അല്ലാഹുവിനെയാണെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ഈ ആയത്തും കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിക്കെടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ സത്യം അംഗീകരിച്ചു. എന്റെ കാല് ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി, ഞാൻ തകർന്നു. എപ്പോഴാണ് സംഭവിച്ചത്? റബീഉൽ അവ്വൽ 12-ന്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ആഘോഷം ആ ദിവസത്തിന്റെ ആഘോഷമാണ്. കൊട്ടും കുരവയും മദ്ദളവും ബിരിയാണിയും നെയ്ച്ചോറും തോരണം കെട്ടലും ഘോഷയാത്രയും ലൈറ്റ് കൊണ്ട് അലങ്കരിക്കലും അങ്ങനെ ഓരോ കൊല്ലത്ത് പുതിയത് ഇങ്ങനെ കടന്നു വരാൻ. എന്തിനു പ്രിയപ്പെട്ടവരെ,
ഒട്ടകത്തിന്റെ പുറത്ത് ഒരു ചെറിയ കുട്ടിയെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം പോലും ഈ മനുഷ്യന്മാരുണ്ടാക്കി വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. മുസ്ലിങ്ങൾക്ക് അറിയായിരിക്കും അത് റസൂലല്ല, പക്ഷെ അന്യ മതസ്ഥരെന്താ വിചാരിക്കുക? ഉണ്ണികൃഷ്ണനെ കൊണ്ടുപോകാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക്, ഉണ്ണിയേശുവിനെ കൊണ്ടുപോകാറുണ്ട് ക്രിസ്മസിന്, അതുപോലെ ഉണ്ണി മുഹമ്മദാണ് ഇത് എന്നല്ലേ മുസ്ലിം ഉമ്മത്തില്ലാത്ത മറ്റു മതസ്ഥർ വിചാരിക്കുക? അത്രത്തോളം ദുരന്തത്തിലേക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? മലപ്പുറം ജില്ലയിൽ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടത് ഞാനൊരിട്ടു, നേരിട്ട് കണ്ടതാണ്. ഒട്ടകപ്പുറത്ത് ഒട്ടകത്തിനൊക്കെ എവിടുന്നോ വരുത്തിച്ച് ആ ഒട്ടകത്തിന്റെ പുറത്ത് തൊപ്പിയൊക്കെ ഇട്ട് നിളക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ ഇരുത്തി ആ കുട്ടിക്ക് ഇങ്ങനെ മാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഘോഷയാത്ര നടത്തുന്നു. എന്തൊരു ദുൽമാണ് ഈ ഉമ്മത്ത് കാണിച്ചു കൂട്ടുന്നത്, എന്തൊരു ദുൽമാൻ. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയട്ടെ, ആ ദിവസത്തിൽ വെച്ചു വിളമ്പുന്ന ചോറ് ഹറാമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ആ ചോറിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖിന് അറിയില്ല, ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയില്ല, അലി ഇബ്നു അബീ താലിബിന് അറിയില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അറിയില്ല. എന്തിന്? പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമക്ക് അറിയില്ല, പ്രവാചകന്റെ കൂടെ കിടന്ന പ്രിയതമക്കന്മാർക്കറിയില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീനൊക്കെ റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം ആയിഷ റളിയല്ലാഹുവിന്റെ 18ാമത്തെ വയസ്സിലാണ് നബി മരിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ 40 വയസ്സ് വരെ ആയിഷ റളിയല്ലാഹു ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? 2000-ഓളം ഹദീസുകൾ ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2000-ഓളം ഹദീസുകൾ. സഹാബികളെ സംശയം വന്നാൽ ഉമ്മാന്റെ അടുത്തേക്ക് പോവും, എന്നിട്ട് ചോദിക്കും, അവരോട് സംശയം ചോദിക്കും, അവർ തീർത്തു കൊടുക്കും. വലിയ പണ്ഡിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവരാരും എപ്പോഴാണ് റസൂല് ജനിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ഗവേഷണം പോലും നടത്തിയിട്ടില്ല. അവർക്കത് അറിയാനുള്ള ത്വര പോലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ മരണത്തിന്റെ ചെറിയ സൂചനകളുള്ള വാക്കുകൾ പറഞ്ഞപ്പോ മറ്റാർക്കും മനസ്സിലായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മൂലക്കിരുന്ന് കരയാൻ തുടങ്ങി. അവിടെ റസൂല് പറഞ്ഞു, ഇന്ന അമന്നന്നാസ അബൂബക്കർ ബിസുഹ്ബിഹി വമാലി, ജനങ്ങളിൽ ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് അബൂബക്കറാണ്, അദ്ദേഹത്തിന്റെ സൗഹൃദം കൊണ്ടും അദ്ദേഹത്തിന്റെ ധനം കൊണ്ടും. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറുല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഞാനൊരു കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ലത്തഖൽതു അബൂബക്കർ ഖലീല, ഞാൻ അബൂബക്കറിനെ ഖലീലായി സ്വീകരിച്ചേനെ എന്ന് റസൂൽ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം 2.5 കൊല്ലക്കാലം ഇസ്ലാമിന്റെ കടിഞ്ഞാൺ പിടിച്ചിട്ട് ഒരൊറ്റ വട്ടം ഒരു പായസം വെച്ച് വിളമ്പിയിട്ടില്ല. 10.5 കൊല്ലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഭരിച്ചത്. ലോകത്തിന്റെ പല ഭാഗങ്ങളും ഒട്ടിപ്പിടിച്ചു. ഒരു വട്ടം പോലും ആഘോഷിക്കാൻ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല, കാണിച്ചു തരാൻ കഴിയില്ല. എത്ര കാലമായി നമ്മൾ ഈ വെല്ലുവിളി നടത്താൻ തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? റബീഉൽ അവ്വൽ 12-ന് ഏതെങ്കിലും സഹാബികളോ അഇമ്മത്തിന്റെ ഏതെങ്കിലും ഇമാമുകളോ, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, മാലിക്, അഹ്മദ് ഇബ്നു ഹംബൽ, അഇമ്മത്തിന്റെ 4 ഇമാമുകളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു രേഖ നമ്മളും വരാ, ഞാൻ വരാം, എന്റെ കാര്യം എനിക്ക് പറയാലോ, ഞാനും വരും ആഘോഷിക്കാൻ, ഒരു തെളിവ് കൊണ്ടു തന്നാൽ. അബൂബക്കർ സിദ്ദീഖ് നബിദിനം ആഘോഷിച്ച തെളിവ്, ഉമർ ഇബ്നുൽ ഖത്താബ് നബിദിനം ആഘോഷിച്ച തെളിവ്, ഖുലഫാഉർ റാഷിദീങ്ങളോ അഇമ്മത്തിന്റെ ഇമാമുകളോ നബിദിനം ആഘോഷിച്ച തെളിവ്, ആ നബിദിനത്തിന് അവർ പായസം വെച്ച തെളിവ്, ചോറ് വെച്ച തെളിവ്, ഭക്ഷണം വിളമ്പിയ തെളിവ് നിങ്ങൾ കൊണ്ടുവന്നു തന്നാൽ അടുത്ത കൊല്ലം നബിദിനത്തിന്റെ ഘോഷയാത്രയിൽ മുന്നിൽ നിന്ന് കൊടി പിടിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ വ്യക്തികളും തയ്യാറാവും. കാരണം റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കുണ്ട് ആഗ്രഹം കൂട്ടരെ, ഞങ്ങൾക്കുണ്ട് ആഗ്രഹം. പക്ഷെ ഇത് സ്നേഹമല്ല. റസൂലിനെ സ്നേഹിക്കാനും റസൂലിന്റെ ജന്നത്തിൽ സന്തോഷിക്കാനും എങ്ങനെയാണ് നബി പഠിപ്പിച്ചെന്നത്? നോമ്പെടുത്തിട്ടാണ്. തിങ്കളാഴ്ച ദിവസം റസൂൽ ജനിച്ച ദിവസം റസൂൽ സന്തോഷിച്ചു. എങ്ങനെ? നോമ്പെടുത്തു. അത് നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്കെല്ലാം ബൈക്കാനേ പറ്റുള്ളൂ, എല്ലാം കഴിക്കുക, ബൈക്കുക, അത് മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ചോറ് വാങ്ങി കഴിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിയത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സിരകളിലൂടെ ഹറാമിന്റെ രക്തം ഒഴുകിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ, ഖബറിലേക്ക് പോകുന്നത് വരെ, റൂഹ് പിരിയുന്നത് വരെ നിങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ മക്കളുടെ ദുആയും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി 2 ഓപ്ഷൻ നിങ്ങൾ മുന്നിൽ വെച്ചോ, 2 കാര്യം നിങ്ങൾ മുന്നിൽ വെച്ചോ. നബിദിനത്തിന്റെ ചോറ് തിന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് ആരും പറയില്ല. ആരും നിങ്ങൾ ഉസ്താക്കന്മാരുടെ തന്നെ പോയി ചോദിച്ചാൽ മതി, ഞാൻ നബിദിനത്തിന്റെ ചോറ് തിന്നുന്നില്ല, കുറ്റം കിട്ടുമോ? ഒരു കുറ്റവും കിട്ടൂല. എൻ്റെ ഇഷ്ടമാണ് അത്. ഇനി ഒരാൾ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, അയാൾക്ക് കുറ്റം കിട്ടുമോ? ഇല്ല, ഒരു കുറ്റവും ഇല്ല. ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് കുറ്റം കിട്ടും. ഇതൊരു സുന്നത്താണെന്നല്ലേ പറയണേ, ആ സുന്നത്ത് അങ്ങോട്ട് ഒഴിവാക്കി ഒരു കുറ്റവും കിട്ടൂല. പക്ഷെ അത് കഴിക്കുന്നത് അപകടമാണ്, അപകടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കത് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് അബൂബക്കർ സിദ്ദീഖും ഖുലഫാഉർ റാഷിദീങ്ങളും അയിമ്മത്തിന്റെ ഇമാമുകളും
താബീങ്ങളും തബഅതാബീങ്ങളും എല്ലാം ഇത് ചെയ്തതിന്റെ ഒറ്റൊരു ഉദാഹരണം, ഒറ്റ വരി ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. കാണിച്ചു തരൂല ഖിയാമത്ത് നാൾ വരെ. ചോദിക്കുമ്പോൾ എന്താ പറയാ? ഓ വഹാബി ആയില്ലേ. ഇതാണ് മറുപടി ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, വഹാബിയോ അല്ലെങ്കിൽ വേറെന്ത് പേരിട്ട് വിളിച്ചാലും, മുജാഹിദോ മുജുവോ എന്തോ ആയിക്കോട്ടെ, പറയുന്ന കാര്യം, പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ, ആളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം നമ്മൾ ആഘോഷിക്കാതിരിക്കുക, ആ ആഘോഷവുമായി യാതൊരു തരത്തിലും നമ്മൾ സഹകരിക്കാതിരിക്കുക. കാരണം മദീനയിലെ കറുത്ത ദിവസമാണത്, സഹാബത്ത് കരഞ്ഞ ദിവസമാണത്, മുഅ്മിനീങ്ങളുടെ മാതാക്കൾ നെഞ്ചുപൊട്ടി കരഞ്ഞ ദിവസമാണത്, ഖുലഫാഉർ റാഷിദീങ്ങൾ തകർന്ന് തരിപ്പണമായ ദിവസമാണത്. ആ ദിവസം ആഘോഷിക്കുന്ന പിശാചുക്കളുടെ വലയത്തിൽ നമ്മൾ പെടാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ യഥാർത്ഥമായ പാത ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ പാവങ്ങളും തെറ്റുകളും പൂർണ്ണമായി നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. തൗഹീദിലും സുന്നത്തിലും ഞങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണം റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.